നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം PSP അഥവാ പ്രോഗ്രസീവ് സുപ്രാന്യൂക്ലിയർ പാൾസി എന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസീസിനെ പറ്റിയാണ്. അപ്പോൾ പേര് തന്നെ പറയുന്നുണ്ട്, പ്രോഗ്രസീവ് ആണ്. കാലക്രമത്തിൽ ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്ന സുപ്രാന്യൂക്ലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിൽ ഒരു കൂട്ടം നെർവ് സെൽസ് ചേർന്ന് ന്യൂക്ലിയസ് എന്നൊരു ഭാഗത്തിന് കാലക്രമത്തിൽ ഗുരുതരാവസ്ഥയിലെത്തി നാശം സംഭവിക്കുന്നു. അതുപോലെ പാൾസി ശരീരത്തിന് ബലക്ഷയം ഉണ്ടാക്കുന്ന രോഗാവസ്ഥ. അപ്പം ഈ നെർവ് സെൽസിന് നാശം സംഭവിക്കുന്ന മൂലം ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകും. ഈ രോഗത്തിന് പാർക്കിൻസൺസ് ഡിസീസുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. പ്രത്യേകിച്ച് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാക്കുന്ന നെർവ് സെൽസിന് ഡാമേജ് ഉണ്ടാകുന്ന ഭാഗത്ത് ഈ കോശങ്ങൾക്ക് അല്ലെങ്കിൽ നെർവ് സെൽസിന് ഡാമേജ് സംഭവിക്കുമ്പോഴാണ് ഈ രണ്ട് രോഗാവസ്ഥകളുടെ ലക്ഷണങ്ങൾ ഒരുപോലെയൊക്കെ കാണുന്നത്. പ്രത്യേകിച്ച് ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേക ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകളെ ബാധിക്കുന്നതാണ്. കണ്ണുകൾ കൊണ്ട് ചലനശേഷിയെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗാവസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകളുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന ഭാഗത്തുള്ള നെർവ് സെൽസിന് ഡാമേജ് സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ രോഗത്തിൽ ആ ഒരു പ്രത്യേക ഫീച്ചേഴ്സ് കാണുന്നത്. ഈ രോഗത്തിന് പാർക്കിൻസൺസ് ഡിസീസുമായിട്ടൊരു വ്യത്യാസമുള്ളത്, ഇത് രോഗികൾ നടക്കുമ്പോൾ പുറകോട്ട് വീഴാൻ പോകുന്നതാണ് സാധ്യത കൂടുതൽ. പ്രത്യേകിച്ച് കഴുത്തിലെയും പിൻഭാഗത്തേക്ക് മസിൽസിന് റിജിഡിറ്റി കൂടുന്നതുകൊണ്ട് പുറകോട്ട് രോഗി വീഴാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ഇതൊരു ചിന്താശേഷിയും അതേപോലെ അനാലിസിസ് കപ്പാസിറ്റിയൊക്കെ രോഗിക്ക് കുറയുന്നത് കൊണ്ട് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും, അനാലിസിസ് കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ് കാഴ്ചയെ ബാധിക്കുന്നുണ്ട്. ഇപ്പം ആദ്യ സ്റ്റേജുകളിലൊക്കെ മുകളിലോട്ടും താഴോട്ടൊക്കെ നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ലേറ്റർ സ്റ്റേജിൽ കണ്ണിങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതോടൊപ്പം തന്നെ നടക്കുമ്പോൾ വീഴാൻ പോകുന്ന ഒരു പ്രധാന ലക്ഷണമാണ്. അതേപോലെ തന്നെ ഓർമ്മക്കുറവ്, ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ ഏതൊക്കെ ഭാഗത്ത് മസിൽസിനെ നിയന്ത്രിക്കുന്ന മോട്ടോർ ഫങ്ഷൻസിനെ ബാധിക്കുന്ന സെൽസിനെ ബാധിക്കുന്നു, നെർവ് സെൽസിനെ ബാധിക്കുന്നു, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പോൾ ഈ രോഗാവസ്ഥയ്ക്ക് ഒരു കാരണമായിട്ട് പഠനങ്ങൾ പറയുന്നത് ഒരു പ്രോട്ടീൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള ഡെപ്പോസിഷനാണ് ഈ ഒരു രോഗാവസ്ഥയ്ക്ക് കാരണം, അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന മ്യൂട്ടേഷൻ മൂലം ഈ നെർവ് സെൽസിന് തുടർച്ചയായിട്ട് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആയുർവേദത്തിൽ എങ്ങനെയാണ് ഈ രോഗത്തെ ചികിത്സിക്കുന്നത് നോക്കി കാണുമ്പോഴത്തേക്ക് രണ്ട് രീതിയിലാണ്. നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ഒരു കാരണം ഈ നെർവ് സെൽസിൻ്റെ ഡാമേജ്, അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന ബലക്ഷയം, കാഴ്ചയെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു കാരണത്തിന് വേണ്ടി ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു ടോക്സിൻ കറക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ സ്നേഹപാനവും വിരേചനം പോലുള്ള ചികിത്സകളാണ് ആയുർവേദം ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു രസായന ചികിത്സയായിട്ട് നെർവ് സെൽസിനെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വസ്തു ചികിത്സകളും ഒക്കെ ഇതിനോടൊപ്പം തന്നെ ചെയ്തു വരുന്നുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞു, ഈ ഒരു ശരീരത്തിൻ്റെ മസിൽസിനുണ്ടാകുന്ന റിജിഡിറ്റി അല്ലെങ്കിൽ ഈ ശരീരത്തിലെ പേശികൾക്ക് അയവ് വരുത്തുന്നതിന് വേണ്ടിയുള്ള ചികിത്സാ രീതികൾ, പ്രത്യേകിച്ച് അഭ്യംഗം പോലുള്ള ചികിത്സകളുണ്ട്, ഉദ്വർത്തനം, അതേപോലെ തന്നെ പിഴിച്ചിൽ പോലെയൊക്കെ ചികിത്സാ രീതികളുണ്ട്. ഈ പേശികളുടെ പ്രവർത്തനത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക, അതോടൊപ്പം തന്നെ പുതിയ ശീലം, ശരീരത്തിൽ പുതിയ ശീലങ്ങൾ പഠിപ്പിച്ചെടുക്കുക, അതനുസരിച്ചിട്ടുള്ള എക്സസൈസ്, ചിട്ടയായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള വ്യായാമ രീതികൾ, മസിൽസിന് ബലം കിട്ടുന്ന രീതിയിലുള്ള ചികിത്സകൾ, ഇങ്ങനെ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ചേർന്നാണ് ആയുർവേദവും ഈ ഒരു രോഗാവസ്ഥയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്തിരുന്ന ചികിത്സകൾ. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ. നന്ദി, നമസ്കാരം.